ഉണ്ട്, അതൊന്ന് കഴുകിയിട്ട് തരണേ. കറിവേപ്പിലയുടെ ഒരു പച്ചച്ചോ പൂവ വേണ്ടു. ഇത് പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ, തക്കാളി ചേർത്ത് പുളി ചേർത്ത് ഒക്കെ ഉണ്ടാക്കാം. ആയിണ്ട്. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കാൻ പോണത്. അപ്പോൾ അത് കാരണം നമുക്ക് മുളകും കറിവേപ്പിലയും വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഈ ഉള്ളി ഒന്നും കൂടി ഇട്ടിട്ടേ അതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ അതൊന്ന് ചൂടാവാൻ ചെയ്യൂലോ മുളക് പൊടിയെ. അപ്പൊ ഞാനൊരു അതിന് നിറം കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യണതാണ് കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ചൂടാക്കാം, അത്ര വേണ്ടു. സ്റ്റൗ ഓഫ് ചെയ്തോളൂ, ഒന്ന് ചൂടാക്കി മതി. അപ്പൊ നിറവും കിട്ടും, എരിവിന് എരിവുമായി എടുത്തു. ഇനി ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് അതിന് മീതെ കൂടെ കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ്ടല്ലോ